ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ബാംഗ്ലൂരിലെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഞാനൊരു മാസമായിട്ട് ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ പോയപ്പോഴുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്നായിരുന്നു ബസ്സിന് അങ്ങോട്ട് പോയത്. അപ്പോൾ പെട്ടെന്ന് എനിക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല. വോൾവോ ബസ്സായിരുന്നു, നല്ല സൗകര്യമുള്ള ബസ്, ബാത്റൂമൊക്കെ ഉള്ളൊരു ബസ്സായിരുന്നു. പക്ഷേ എനിക്കതിൻ്റെ ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു പർച്ചേസ് നടത്തിയതിൻ്റെയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. നല്ല വില കുറവുള്ള സാധനങ്ങളാണ്. പാത്രത്തിനാണെങ്കിലും മറ്റേ ഷർട്ട്, തുണിത്തരങ്ങൾ, ചെരുപ്പ്. ഞാൻ ആദ്യം കാണിച്ച ചെരുപ്പിനൊക്കെ വളരെ ചീപ്പ് റേറ്റാണ്. ഒന്നിനും വില ഉള്ള ഇതല്ല. ഇതുണ്ട്, ഇതൊക്കെ ഞാൻ നിസ്സാര വിലയ്ക്ക് വാങ്ങിയ പാത്രങ്ങളാട്ടോ. ഈ വീഡിയോ ഒക്കെ ഇടുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ വാങ്ങിയൊക്കെ നിസ്സാര വിലയുള്ളൂ. ഇതാ 99 രൂപ, 50 രൂപ, അങ്ങനെയൊക്കെ. ഇത് 100 രൂപ ഒരു കുഞ്ഞു ചീനച്ചട്ടി. അപ്പോൾ അതുപോലെയൊക്കെ ഞാൻ ഒരു ഡിമാർട്ട് എന്ന് പറഞ്ഞൊരു കടയുണ്ട്, അവിടെ പോയി എടുത്തതാട്ടോ. പിന്നെ ഒരു എന്താ പറയുക, സ്പൂണിന് എല്ലാത്തിനും വില കുറവാണ്. ഒരു സെറ്റ് എടുത്ത ഒരു സെറ്റ് ഫ്രീ, അങ്ങനെയുള്ള ഇതാണ്. ഒരുപാട് വില. ഇത് മണ്ണിൻ്റെ ഒരു കപ്പാട്ടോ, അതിനൊക്കെ 20 രൂപയുള്ളൂ. 4 കപ്പ് വാങ്ങിച്ചു. പായസം എടുക്കാനോ എന്തെങ്കിലും ഒരു ഭംഗി കണ്ടപ്പോൾ ഞാനതങ്ങ് എടുത്തതാണ്. 4 ഗ്ലാസ് വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ നല്ല 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 പാത്രങ്ങളും എല്ലാം നല്ല വില കുറഞ്ഞ സാധനങ്ങളാട്ടോ. എന്നാൽ ക്വാളിറ്റി ഉണ്ട് താനും. പിന്നെ കണ്ടോതാ, ഇതൊക്കെ നമ്മളിങ്ങനെ വഴിയിലൂടെ പോകുമ്പോൾ ഇങ്ങനെ 12 ടവലാണ്. അപ്പോൾ അതിന് 300 രൂപ പറഞ്ഞ് അങ്ങനെ വില പേശി 120 രൂപയ്ക്ക് കിട്ടിയ ടവൽസാണ് കേട്ടോ അതൊക്കെ, കർച്ചീഫ്. അപ്പോൾ കണ്ടോ, ഇതൊക്കെ അങ്ങനെ ലാഭത്തിന് കിട്ടിയ ഇതൊക്കെയാണ്. പിന്നെ കുറച്ച് ഷർട്ട് വാങ്ങിച്ചു, ബനിയൻ വാങ്ങിച്ചു. അതിനൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ 300, 200 അങ്ങനെയൊക്കെ വില വെച്ച് നമ്മൾ ചുമ്മാ ഒന്ന് ജസ്റ്റ് വീട്ടിലിടാൻ വേണ്ടിയിട്ടുള്ള ഷർട്ടൊക്കെ വാങ്ങിച്ചു. പിന്നെ അങ്ങനെ ഒരു 3-4 ഷർട്ട് വാങ്ങിച്ചു. പിന്നെ കുട്ടികൾക്ക് ഉള്ള ബനിയനും എല്ലാത്തിനും നല്ല വിലക്കുറവ്. നമ്മൾ ഓരോന്ന് എടുക്കുമ്പോഴും ഒത്തിരി പൈസ പറഞ്ഞാലും നമുക്കത് വില പേശി എടുത്തുകൊണ്ട് വരാം. അപ്പോൾ അങ്ങനെ ഒരു ടീഷർട്ട് വാങ്ങിച്ചു. പിന്നെന്താ, ഒരു കുട്ടികൾക്കുള്ള ബനിയൻസ്, കുഞ്ഞിനുള്ള ഉടുപ്പുകൾ എല്ലാം വാങ്ങിച്ച്, അങ്ങനെ തുണിത്തരങ്ങൾ അങ്ങനെ ഒത്തിരി വാങ്ങിച്ചെടുത്തു. എല്ലാം വില കുറഞ്ഞതായതുകൊണ്ട് അങ്ങ് വാങ്ങിച്ചേക്കും. വില കുറവല്ലേ എന്ന് കരുതി വാങ്ങിച്ചതാണ്. ഇതുണ്ട്, ഇതൊക്കെ അവിടെ നിന്ന് വില കുറഞ്ഞ് കിട്ടിയ 120, 175, 200 താഴെ കേട്ടോ. ഒരു നൈറ്റ് വാങ്ങിച്ചൊക്കെ 100 രൂപ. അണ്ടർസ്കേർട്ടല്ല കേട്ടോ, സ്കേർട്ടാണത്, ആ സ്കേർട്ടാണത്. അതിനൊക്കെ ശരിക്കും 100, 120 ഫുൾ സ്കേർട്ട്. അങ്ങനെ ഒരു 8-10 എണ്ണം ഞാൻ എടുത്തായിരുന്നേ. കുട്ടികൾക്കൊക്കെ കൊടുക്കാമല്ലോ, പിള്ളേർക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരു 5-8 സ്കേർട്ട് എടുത്തു. 2 ഹാഫ് സ്കേർട്ട്, ഫുൾ സ്കേർട്ട്, അങ്ങനെയായിട്ട് ഞാൻ ഇതൊക്കെ എടുത്തു. കണ്ടോ, ഇതൊക്കെ നല്ല വില കുറവാണ്. 120 രൂപയുള്ളൂ ഒരെണ്ണത്തിനൊക്കെ. നല്ല ക്വാളിറ്റി എന്ന് പറയാനായിട്ട് നമ്മളിപ്പോൾ ബ്രാൻഡ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെയൊന്നുമല്ല. പിന്നെ കുറച്ച് ബാഗൊക്കെ, പേഴ്സ് പോലത്തെ ഉള്ള ബാഗൊക്കെ വാങ്ങിച്ച്. ഇതൊക്കെ 120 രൂപ കേട്ടോ ഇതിനൊക്കെ. ഇതിനിത്തിരി മൊത്തം ഉള്ളതുകൊണ്ട് ഇത്തിരി 200 രൂപ ഇതിന്. അപ്പോൾ അങ്ങനെ ഒരു 2-3 ബാഗൊക്കെ എടുത്തു. പിന്നെ ഒരു വലിയ ബാഗ് എടുത്തു. വലിയ ബാഗ് എന്ന് പറഞ്ഞാൽ ഇതും നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ വെറുതെ ഷോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഒരു ബാഗ്, ഈ ബാഗിന് 300 രൂപ കേട്ടോ. അങ്ങനെ ബാഗ്, പേഴ്സിന് 200 രൂപ. ഒരുപാട് അറകളൊക്കെ ഉള്ളൊരു പേഴ്സാണ്. എനിക്ക് കറുത്ത പേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു പേഴ്സ് വാങ്ങി. അപ്പോൾ അങ്ങനെ ഓരോന്ന്. പിന്നെ ഒരു ഗണപതി, കൊച്ചു ഗണപതി, അതിനൊക്കെ ഫിക്സഡ് റേറ്റാണ് കേട്ടോ. പിന്നെ ക്ലിപ്പുകൾ, പൊട്ടുകൾ എല്ലാം നമ്മൾ അവിടെ നിന്ന് കാണുമ്പോഴൊക്കെ വാങ്ങിച്ചൊക്കെ വില കുറവുള്ളതൊക്കെ വാങ്ങിച്ച്, ക്ലിപ്പൊക്കെ വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കാമല്ലോ. ഉണ്ടോ, ഇതൊക്കെ വാങ്ങി. ഇതൊക്കെ നിസ്സാര വിലകൾക്ക് വാങ്ങിയെടുത്തു. പിന്നെ ഒരു പാവക്കുട്ടി വാങ്ങിച്ചിട്ടാ. അതിന് 150 രൂപ. അതിന് വണ്ടിയിലൊക്കെ പോകുമ്പോൾ കാറിലൊക്കെ ഇടാൻ പറ്റിയ ഒരു പാവക്കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്ലേറ്റ് കൂടി ഉണ്ട്. നിസ്സാര വിലകളാട്ടോ ഈ പ്ലേറ്റിന്, ബൗളിന് എല്ലാം. പിന്നെ അത് കണ്ടോ, അതൊരു ഹാങ്ങിങ് ഇത് വാങ്ങിയതാണ്. 4 പീസുണ്ട് ഇതിന്. 4 പീസിന് അവർ 220 രൂപയ്ക്ക്, 600-700 രൂപയൊക്കെ പറഞ്ഞു. 220 രൂപയാണ്. അതിന് 4 പീസ് അങ്ങ് വാങ്ങി. നല്ല ഭംഗിയാണ്, വെറുതെ ഇങ്ങനെ തൂക്കിയിടാൻ വേണ്ടിയിട്ടൊരു ഭംഗിക്ക്, ഒരു ഷോ. അപ്പോൾ അവരിങ്ങനെ പൊട്ടിയൊക്കെ കാണിച്ചു തന്നു. പൊട്ടൊന്നും പൊട്ടിയിട്ടൊന്നുമില്ല. പിന്നെ കുഞ്ഞിന് കളിക്കാനുള്ള കാറ്, അതൊക്കെ എത്ര കാറുണ്ടെന്ന് നോക്കൂ, 6 കാറുണ്ട്. അതിനൊക്കെ 100 രൂപ വെച്ചിട്ട്. പിള്ളേർക്ക് വലിയ കാറൊക്കെ വാങ്ങിച്ചു കൊടുത്ത് എറിഞ്ഞ് പൊട്ടിക്കും.
അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പർച്ചേസ് ചെയ്ത് എടുത്തത്. അത് ഇതൊക്കെയാണ് സാധനങ്ങൾ. ഇതൊക്കെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. ഇത്രയാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ. നമുക്ക് കൊണ്ടുവരാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഈ ചെരുപ്പുകളൊക്കെ ഉണ്ടല്ലോ, 200 രൂപ വെച്ചിട്ടേ ഉള്ളൂ. ജൂത്തിയുടെ ചെരുപ്പ് ഒക്കെ, ഇതൊക്കെ വളരെ വില കുറവായിട്ടുള്ള, നമുക്ക് ഒത്തിരി സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റില്ല നമുക്ക്. പിന്നെ നമ്മൾ ഡ്രസ്സും എല്ലാമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം വാങ്ങിക്കാവുന്നതിൻ്റെ വാങ്ങിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ. പിന്നെ അവിടെ ഒരു കോളേജുണ്ട്, ഒരു ക്രിസ്തു ജയന്തി കോളേജിൽ. അവിടെയാണ് കൊച്ചുമോൾ പഠിക്കുന്നത്. അപ്പോൾ ആ കോളേജിലേക്ക് ഒന്ന് പോയി കണ്ടു. അവൾ ലോയ്ക്ക് പഠിക്കുകയാണ് അവിടെ. അവളുടെ അടുത്ത് ഞാനൊരു മാസം, ഞാനും ഹസ്ബൻഡും കൂടെ പോയതാണ്. ഒരു മാസം നിന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേ ഹസ്ബൻഡിങ്ങ് പോന്നു. അപ്പോൾ കോളേജിലെ ഉള്ളിൽ ഇതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്ത് കോളേജിൽ ഒരുപാട് പാർക്കുകൾ പോലെയൊക്കെ ഉള്ള നല്ല നല്ല ഇത്, നമുക്ക് അവിടെയൊക്കെ ചുറ്റി നടന്ന് കളിക്കാം, ചുറ്റി നടന്നൊക്കെ കാണാം. അവൾ കോളേജ് വിട്ട് വരുന്നവരെ ഞങ്ങളവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് പതുക്കെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചുറ്റി നടന്ന്, നല്ല കാറ്റ്, നല്ല അന്തരീക്ഷം കേട്ടോ, നല്ല നേരിയതായിട്ടുള്ള തണുപ്പും കാറ്റും, നല്ലൊരു അനുഭവമായിരുന്നു അത്. ഓക്കെ. അപ്പോൾ അങ്ങനെ കോളേജ് വിശേഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചുറ്റിയൊക്കെ നടന്നു. മോള് വരുന്നവരെയും അവിടുത്തെ ചെടികളൊക്കെ എടുത്ത് അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ടൊക്കെ എടുത്ത് അടുത്ത് അങ്ങനെ നടന്ന് ഞങ്ങൾ. നല്ല രസം അവിടെയൊക്കെ ഇരിക്കാൻ, നല്ല കാറ്റാണ് അവിടെയൊക്കെ ഇരുന്ന്. മോള് വരുന്നവർ ഒരു പാർക്ക് പോലെയൊക്കെ, ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ. നിറച്ച് ചെടികളും, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു ഇതാണ് ചെടികളൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ പോരുവാണ്. പിന്നെ ഒരു കൊമേഴ്സ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരു കൊറിയൻ മറ്റേ ജിലേബിയൊക്കെ ഉണ്ടാക്കുന്ന വഴിയോര കാഴ്ചകളാണ് ഇതൊക്കെ. ഞാൻ ചെറിയ ഷോർട്ടായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ജിലേബി ഉണ്ടാക്കുന്നുണ്ട്, ഒന്ന് മോമോസ് ഉണ്ടാക്കുന്നുണ്ട്. അവിടെ നിന്നൊക്കെ ഒന്ന് കയറി അവിടെയൊക്കെ അതൊക്കെ കഴിച്ച്. പിള്ളേർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാട്ടോ അത്. എനിക്ക് അത്ര കാര്യമൊന്നുമില്ല മോമോസ് എന്നൊക്കെ പറഞ്ഞാൽ. അതൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ വീഡിയോ എടുത്ത് അങ്ങനെ ഞങ്ങൾ പതുക്കെ അവിടെയൊക്കെ നടന്ന് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ഉണ്ടാക്കുന്നത് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട്. മോമോസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ കുട്ടികളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പാനിപ്പൂരിയൊക്കെ കഴിച്ച് ഞങ്ങളവിടെ അങ്ങനെ കുറേ നേരമൊക്കെ നിന്ന്. ഭയങ്കര കാറ്റും ഒക്കെ അവിടെ. ആ ചിക്കനും ഒക്കെ ഉണ്ടാക്കി കഴിച്ച്, കണ്ടതൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ കഴിക്കും കേട്ടോ. മോമോസ് കഴിക്കാൻ ഞാൻ ആദ്യമായിട്ടാണ് അതൊക്കെ കഴിക്കുന്നത്. എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണെങ്കിലും ഞാൻ കഴിച്ചപ്പോൾ ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ച് ഹാപ്പിയായി. പിള്ളേരുടെയൊക്കെ ഇതാണല്ലോ ഇതൊക്കെ. പിള്ളേരുടെ ഒക്കെ ഒപ്പം ചുറ്റി നടന്ന് മോൾക്ക് എല്ലാ സ്ഥലങ്ങളും അറിയാം. അവൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും കൊണ്ടുപോകും, പാർക്കിൽ കൊണ്ടുപോകും. പിന്നെ ഞങ്ങൾ 2 സിനിമ കണ്ടു കേട്ടോ അവിടെ നിന്ന്. ഇപ്പോൾ പാനിപ്പൂരി കഴിക്കണ വീഡിയോ ഞാൻ എടുത്തേക്കുന്നത്. എനിക്ക് ഈ സാധനം അത്ര ഇഷ്ടമല്ല അങ്ങോട്ട്, പാനിപ്പൂരി. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് പതുക്കെ അങ്ങനെയൊക്കെ നിന്ന്. ബാംഗ്ലൂർ ജീവിതം നല്ല അടിപൊളിയാണ്, നല്ല കാലാവസ്ഥയും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു അവിടെ ചെന്നിട്ട്. അപ്പോൾ അങ്ങനെ പിള്ളേരൊക്കെ കഴിച്ച് സന്തോഷമായി. ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ആകാശത്ത് ഇങ്ങനെ പറവകളിങ്ങനെ പറന്ന് പോകുക. അതിൻ്റെ ഇടയ്ക്ക് ആ ഫോട്ടോ എടുത്തു, ആ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ രസകരമായ ഒരു അനുഭൂതിയാണ് അവിടെ ഉള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ കൊമേഴ്സ് സ്ട്രീറ്റിലേക്ക് പോവാട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇടയ്ക്ക് ഇടുന്നുണ്ട്. ഞാനിതൊക്കെ ഷോർട്ടിലിട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു ബർത്ത്ഡേ ആഘോഷിച്ചു. മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിന് കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ സന്തോഷമായിട്ട് ആഘോഷിച്ചു. കണ്ടോ, കേക്ക് മുറിച്ചു. അപ്പം അങ്ങനെ ഒരു ഹാപ്പി ബർത്ത്ഡേയും കൂടി അതിനകത്ത്. Happy birthday to you. Happy birthday to you. ഓർഡർ ചെയ്ത സാധനങ്ങൾ, എനിക്ക് അവരുടെ ഭക്ഷണമൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവിടെ ഒരു കാപ്പി ഉണ്ട്, നല്ല സൂപ്പർ കാപ്പി.
പിന്നെ സാൻഡ്വിച്ച് അങ്ങനെയുള്ള ഇതൊക്കെ വാങ്ങി അതൊക്കെ കഴിച്ച് നല്ല രസകരമായിരുന്നു എല്ലാം കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ അടിച്ചു പൊളിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഭക്ഷണങ്ങളാണെങ്കിൽ കാണിക്കുന്നത്. ഞങ്ങൾക്ക് പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ള സാധനങ്ങളാണ്. എനിക്കെന്തോ അത്ര പിടിച്ചില്ല. അത് സാൻഡ്വിച്ച് കഴിച്ചു ഞാൻ. പിന്നെ അവിടെ ഒരു കോഫി ഉണ്ടായിരുന്നു, ആ കോഫി കുടിച്ചായിരുന്നു, അടിപൊളി. അവിടുത്തെ ഫുഡൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതാണ് കോഫി, അടിപൊളി. അത് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ, ബാക്കിയൊന്നും എനിക്ക് അത്ര പിടിച്ചില്ല. സാൻഡ്വിച്ചിൻ്റെ ഒരു കഷ്ണം ഞാൻ കഴിച്ചുള്ളൂ. പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടുള്ള സാധനങ്ങളൊക്കെ പിള്ളേർ കഴിക്കുകയാണ്. എന്തോ ബ്രെഡും ചിക്കനും അതൊക്കെ ആയിട്ട് അവരെന്തൊക്കെ പേര് പറഞ്ഞതൊക്കെ വാങ്ങിച്ച് കഴിച്ചായിരുന്നു. ഇതൊന്നും എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ട് അതൊന്നും ഞാൻ കഴിക്കാൻ പോയില്ല. പിന്നെ ഞാൻ ആ കോഫി കുടിച്ച് അവിടെ നിന്ന് ഞങ്ങൾ പതുക്കെ ഇറങ്ങി. ഈ ഓട്ടോയ്ക്കൊക്കെ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് 1.5 മണിക്കൂറാണ് ആ കൊമേഴ്സ് സ്ട്രീറ്റിലേക്ക് പോകണതിനായിട്ട്. ആ 1.5 മണിക്കൂർ ഞങ്ങൾ ഓട്ടോയ്ക്ക് യാത്ര ചെയ്തതിന് 180 രൂപയാണ് 1.5 മണിക്കൂർ. ശരിക്കും പറഞ്ഞൊരു 45-50 മിനിറ്റേ ഉള്ളൂ. പക്ഷേ ഈ ബ്ലോക്ക് കാരണം 1.5 മണിക്കൂർ കൊണ്ടൊക്കെ അവിടെ എത്തുള്ളൂ. 150 രൂപ ഓട്ടോയ്ക്ക്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി അവിടെ എത്തി, സ്ട്രീറ്റിലെത്തി. ഓരോ സാധനങ്ങൾ വിലപേശി മേടിക്കാൻ തുടങ്ങി. ഓരോന്ന് ഞങ്ങൾ വാങ്ങിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോസൊക്കെ എടുത്ത് ചെരുപ്പുകളും ബാഗുകളും ഡ്രസ്സ് എല്ലാം അവിടെ നിന്ന് തന്നെ വാങ്ങി കേട്ടോ. ഞങ്ങളിവിടെ നിന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇറങ്ങിയതാണ്. രാത്രി ഒരു 10-10:30-11 മണി. അവിടെ രാത്രി ആണെന്നെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് സുഖമായിട്ട് ഓട്ടോറിക്ഷയിലൊക്കെ തനിച്ചൊക്കെ ആണെങ്കിലും വരാം, ഒരു കുഴപ്പമില്ല, ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഞങ്ങളങ്ങനെ ആ സ്ട്രീറ്റ് ഇങ്ങനെ കറങ്ങി നടക്കുക. എൻ്റെ കൊച്ചുമക്കളാണ് പോകുന്നത്. ഓരോ ദിക്കിലും ഓരോന്ന് വാങ്ങിച്ച് ഒത്തിരി കവർ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് ഒരു വലിയൊരു ബാഗ് എടുത്തുകൊണ്ട് അതിനകത്തൊക്കെ ഇട്ടിട്ട് അങ്ങനെ നടക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബാംഗ്ലൂർ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്കതൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സിനിമയൊക്കെ കണ്ടു കേട്ടോ. വലിയ മാളുകളിലൊക്കെ പോയി, ഭാരതീയ എന്നുള്ള മാളിൽ പോയി, അവിടെ പാർക്കിൽ പോയി, പിന്നെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ അങ്ങനെയൊക്കെ പിള്ളേർ കൊണ്ടുപോയി. അങ്ങനെയൊക്കെ അടിച്ചു പൊളിച്ച് ഞാൻ അങ്ങനെ ഒരു മാസം പോയത് അറിഞ്ഞേയില്ല. അപ്പോൾ സ്ട്രീറ്റിൽ കുറേ നേരം ഞങ്ങൾ കറങ്ങി കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട് അവിടെ. അങ്ങനെയൊക്കെ ചുറ്റി നടന്ന് കണ്ട് തിരിച്ച് ഞങ്ങൾക്ക് ഓട്ടോ കിട്ടാൻ ഇച്ചിരി പാട് വെച്ചു. കാരണം ബ്ലോക്ക് ആയതുകൊണ്ട് ഓട്ടോക്കാരൊന്നും വരില്ലായിരുന്നു. പിന്നെ 10-10:30 ആയല്ലോ. 10 മണിയായപ്പോഴത്തേക്കും തിരക്കൊക്കെ കുറഞ്ഞായിരുന്നു. ഒരു ഓട്ടോ വന്ന് ഞങ്ങൾ അങ്ങനെ കയറി വീട്ടിലേക്ക് പോവുക ചെയ്തത്. ഒത്തിരി നേരം ഓട്ടോയ്ക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഞാനൊരു മാസമൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരുവാട്ടോ. അപ്പോൾ അവിടുത്തെ പ്ലാറ്റ്ഫോമൊക്കെ വലിയ അടിപൊളി വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. അതൊക്കെ ഞാൻ കുറേശ്ശൊക്കെ എടുത്ത് അങ്ങനെ ഞാനും എൻ്റെ കൊച്ചു മോനും കൂടി തിരിച്ച് വരുവാണ്. ഇങ്ങോട്ട് ട്രെയിനിലാണ് വന്നേട്ടോ. 4:45 ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് 5:15 വന്നപ്പോൾ 5:20 ആയി വന്നപ്പോൾ. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ഇറങ്ങി ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുക. ഒരുപാട് ബാഗുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഓർത്ത് ഞാൻ അവിടെ ഇരിക്കുക. അങ്ങനെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പം ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ് കേട്ടു, ഇപ്പം തന്നെ വരും എന്നുള്ളത്. പിന്നെ ബാഗൊക്കെ പറക്കിയെടുത്ത് ഒരു 3-4-5 ബാഗ് ഉണ്ടായിരുന്നേ. അതിനിടയ്ക്ക് ഞാൻ ആ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി ഇങ്ങ് പോന്നു. അതാണ് എൻ്റെ ബാംഗ്ലൂർ വിശേഷങ്ങൾ. പ്ലാറ്റ്ഫോമിൽ നിൽക്കണ വീഡിയോ ഒക്കെയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ലഗേജൊക്കെ വെച്ചേക്കാം. അങ്ങനെ ട്രെയിൻ പിറ്റേഴ്സും വരുമല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ തലേദിവസം രസകരമായ ഒരു വീഡിയോ ആണ്, എൻ്റെ കൊച്ചുമോനുള്ള വീഡിയോ ആണ്. ഓക്കെ.